വകുലൂ വശ്റബൂ, നിങ്ങൾ ഭാര്യമാരുമായി ബന്ധപ്പെടുന്നത് പോലെ തന്നെ അന്നപാനാദികൾ ഉപയോഗിക്കുകയും ചെയ്തോളൂ. ഏതുവരെ? ഹത്താ യതബയ്യന ലക്കും, നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ അൽ ഖൈത്തുൽ അബീദു, വെള്ളരേഖ, മിനൽ ഖൈത്തിൽ അസ്വദി, കറുത്തരേഖയിൽ നിന്നും, കറുപ്പ് രേഖയിൽ നിന്നും വെള്ളരേഖ പ്രത്യക്ഷപ്പെടുന്നത് വരെ നിങ്ങൾ ഭാര്യമാരുമായി ബന്ധപ്പെടുകയോ അന്നപാനാദികൾ ഉപയോഗിക്കുകയോ ചെയ്തുകൊള്ളൂ. എന്താണ് ഇപ്പൊ ഈ ഖൈത്തുൽ അബീദ്, എന്താ ഈ ഖൈത്തുൽ അസ്വദ്? എന്താ അപ്പൊ അവിടെ നൂല്? ഖൈത്ത് പറഞ്ഞ നൂലാണല്ലോ. ഇതൊരു വെളുത്ത നൂലും കറുത്ത നൂലും. അങ്ങനെ ചില സഹാബാക്കള് എന്തു ചെയ്തു? നല്ലൊരു കറുത്തൊരു നൂല് വലുതാക്കി പിരിച്ചിട്ട് അതും ഒരു വെളുത്ത നൂലും കുറച്ച് കട്ടി തന്നെ പിരിച്ചിട്ട് തലയാണിന്റെ ചോട്ടിൽ വെച്ച് എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വന്നിച്ചു നോക്കും, കറുത്തും വെളുത്തും വേറെ കാണുന്നുണ്ടോന്ന്. വെളുത്ത വെച്ച് വെയിലുച്ചുണ്ടായി കാണണമെങ്കിൽ പിറ്റേന്ന് രാവിലെ വന്നിട്ട് പറഞ്ഞു, പൊന്നാൻ നബിയെ, അപ്പറഞ്ഞ നൂല് എനിക്ക് തിരിഞ്ഞിട്ടില്ല. ഞാൻ തലക്കന്റെ ചോട്ടില് 2 നൂല് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് പൊന്തിച്ചു നോക്കി എന്റെ ഉറക്ക് പോയി എന്നല്ലാതെ കറുത്ത നൂലും വെളുത്ത നൂലും എനിക്ക് തിരിഞ്ഞില്ല. ഒന്നൂടോ, എന്റെ തലയാണിന്റെ ചോട്ടില് 2 നൂലുകൂടിയും വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊക്കെ അരിയുന്നൊരു കഫാന്ന്. അതിന് ദ്വയാർത്ഥ പ്രയോഗമാണത്. ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നില്ല. ഏതായാലും ആട്ടെ, വല്ലാത്തൊരു ഒപ്പനെയാണത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അതല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫജ്റാവുന്ന പകലിന്റെ വെള്ളരേഖ രാത്രിയാവുന്ന ഇരുട്ടിന്റെ കറുപ്പ് രേഖയിൽ നിന്നും വേർതിരിയുക എന്ന് പറഞ്ഞാൽ ഫജ്റിന്റെ ആദ്യ രംഗം പ്രത്യക്ഷപ്പെടുക. 3 രേഖയായിട്ട് ഫജ്ർ പൊട്ടി പുറപ്പെട്ടാൽ ഉടനെ നിർത്തിക്കൊള്ളണം. രാത്രിയുടെ കറുപ്പ് രേഖ പകലിന്റെ വെള്ളരേഖയാവുന്ന ആ ഹൈത്ത് പോലെ വളരെ നേരിയ ആ സെക്കൻഡിൽ നിങ്ങൾ നിർത്തിക്കൊള്ളണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കാർക്കും ഇനി നാളെ പിറ്റേന്ന് ആരെങ്കിലും ഇനി നൂല് പിരിച്ച് തലക്കണിന്റെ റോട്ടിലൊക്കെ ഉണ്ടാകുന്നുള്ളവർക്ക് അള്ള എന്നെ വെച്ചു മീനൽ ഫജ്ർ. അത് പിന്നെ ഇറക്കിയതാണ്, ആദ്യം ഇറങ്ങുമ്പോതില്ല. ഇവിടെ ഒരു ബയാൻ ആവശ്യമുണ്ട്. ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് എന്നതുകൊണ്ട് അള്ളാഹു തആല രണ്ടാമത് ബയാനായിട്ട് ഇറക്കിയതാണ് മിനൽ ഫജ്ർ, അഥവാ ഫജ്റാകുന്ന വെള്ളരേഖ.